വലിയ സംഭവമാണ്. അത് ചെറിയ സംഭവമൊന്നുമില്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി വണ്ടിക്കകത്ത് എണ്ണ അടിച്ചിട്ടാണ് അവർ എസ്കേപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ 5-6 കേസ് അവർ എടുത്തു കഴിഞ്ഞു. വളരെ അനുകരണീയമായ ഒരു കർത്തവ്യമാണ്. അത് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. 3 ദിവസത്തേക്കുള്ള ശമ്പളം ഒന്നും വേണ്ട. ഇല്ല, ഒന്നും വേണ്ട. ഒരു സേവനമാണ് അത്ര തന്നെ. നമസ്കാരം. വർക്കല ശിവഗിരിയാണ്. ശിവഗിരി തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷവും നമ്മുടെ ഈ കൊച്ചു പയ്യന്മാരുടെ വാർത്ത ഞാൻ ചെയ്തായിരുന്നു. കാരണം ഇവർ സൗജന്യമായ ആംബുലൻസ് സർവീസ് ഇവിടെ കുഴഞ്ഞു വീഴുന്നവരെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. അത്രയും നന്മയുള്ള പിള്ളേരാണ്. വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ്. മക്കളെ, ഇതുവരെ എത്ര എസ്കേപ്പ് ചെയ്തു? ഇതുവരെ നമ്മൾ 4-5 കേസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇന്നലെ ഉച്ചയ്ക്കായിട്ട് ഒരുപാട് കേസുകൾ എടുത്തു. നമ്മൾ എല്ലാ വണ്ടിയും ഓടിയിട്ട് നിൽക്കുവാണ്. ഇല്ല, വേറെ ശമ്പളമൊന്നുമില്ല. നമ്മളെ കയ്യിൽ നിന്ന് കാശ് മുടക്കി എണ്ണ അടിച്ച് നമ്മൾ ഓടുന്നതാണ്. എല്ലാവരും അങ്ങനെയല്ലേ? ഇത് വലിയ സംഭവമാണ്. അത് ചെറിയ സംഭവമൊന്നുമില്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി വണ്ടിക്കകത്ത് എണ്ണ അടിച്ചിട്ടാണ് അവർ എസ്കേപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ 5-6 കേസ് അവർ എടുത്തു കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ പകൽ മൊത്തം കിടക്കലേ, പകൽ രാത്രിയൊക്കെ അല്ലേ? പിന്നെ 24 മണിക്കൂർ ഫുള്ള് 24 മണിക്കൂർ കിടക്കാണ്. യൂണിഫോം കഴിഞ്ഞ വർഷം ഈ യൂണിഫോം അല്ല, ഈ വർഷം നമ്മൾ പുതിയതായിട്ട് യൂണിഫോം ഇറക്കിയാ മൊത്തം എല്ലാവർക്കും. പിന്നെ ഇതുവരെ എത്ര 5-6 പേര് രക്ഷപ്പെട്ടേ? അതെ. നിങ്ങൾ എല്ലാവരും കൂലിക്കോടുന്ന ആൾക്കാരല്ലേ? കൂലിക്കോടുന്ന ആൾക്കാരെ. അപ്പൊ ഇതിന്റെ ഓണേഴ്സ് ഒക്കെ സപ്പോർട്ടാണ്. ഏതൊക്കെ ആംബുലൻസ് ആണ്? നമ്മൾ ശിവകാരുണ്യ ആറ്റിങ്ങൽ ശിവകാരുണ്യ, പിന്നെ വിനായക ഇവിടുത്തെ വർക്കലത്തെ വണ്ടിയുണ്ട്. അതിഥി ചാത്തമ്പറ, വിനായക മണമ്പൂര്, വർക്കല ലൈഫ് കെയർ, പിന്നെ വേറെ ഒരു വണ്ടികളുണ്ട്. ഓട്ടം പോയൊക്കെയാണത്. മുതലാളിമാരെല്ലാം സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ്. അതെ. നമ്മളെ കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യുന്നത്. ഇത് ഒക്കെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരല്ലേ? അതെ, എല്ലാവരും കയ്യിൽ നിന്നാണ് കാശ് തന്നെ അടിക്കുന്നത് എല്ലാം അല്ലേ? അതെ, എല്ലാവരും. നിങ്ങളിപ്പം ഒരു ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും ആംബുലൻസ് ഇവിടെ ഇങ്ങനെ കിടക്കയില്ല 24 മണിക്കൂർ അല്ലേ? 24 മണിക്കൂറുണ്ട് സർവീസ്. ഒരു 3 ദിവസത്തേക്കുള്ള ശമ്പളം ഒന്നും വേണ്ട. ഇല്ല, ഒന്നും വേണ്ട. ഒരു സേവനമാണ് അത്ര തന്നെ. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഈ പിള്ളേരെ കഴിഞ്ഞ വർഷവും ഞാൻ വാർത്ത ചെയ്തതാണ്. അത്രയും നല്ല സേവനമാണ് അവർ ചെയ്യുന്നത്. കാരണം ഒരു 4-5 ദിവസം ശമ്പളം പോലും ഇല്ലാതെ അവരെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വണ്ടി മാത്രമേ ഒരാൾ തരുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ. അതെ, ബാക്കി പെട്രോളും കാര്യങ്ങളും എല്ലാം നമ്മളെ കയ്യിൽ നിന്നാണ്. പെട്രോളും ഫുഡും എല്ലാം നമ്മളെ കയ്യിൽ നിന്നാണ്. ഇങ്ങനെയുള്ള മക്കളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. കാരണം ഇത്രയും വലിയ സേവനം അവർ ചെയ്യുന്നത്. കാരണം ഒരു വലിയ തീർത്ഥാടനമാണ്. കാരണം തിരക്കാണെന്ന് പറയാം. ഇത്രയും ആൾക്കാർ ഇവിടെ തീർത്ഥാടനമാണ്. ആ സമയത്താണ് ഒരു സേവനം എന്ന് മാത്രമല്ല, മീൻസ് വല്ലാത്തൊരു നിങ്ങളൊക്കെ എല്ലാം ചെറിയൊരു ഫാമിലി അല്ലേ? അതെ, എല്ലാം പാവപ്പെട്ട ഫാമിലി അല്ലേ? അതെ. അല്ല, ഒരിക്കലും അല്ല. അവരെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഈ ഒരു കർത്തവ്യം അവർ നിർവഹിക്കുന്നത് അത് വളരെ അനുകരണീയമായ ഒരു കർത്തവ്യമാണ്. അത് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എല്ലാം നമ്മുടെ മക്കളാണ്. എല്ലാവരും വളരെ പാവപ്പെട്ട ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരാണ്. എന്നിട്ട് പോലും അവർ 4 ദിവസം ശമ്പളം പോലും ഉപേക്ഷിച്ച് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ട് അവർ ഈ സംഭവം സേവനം ചെയ്യുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ ഒരു മാതൃക എല്ലാവരും പിന്തുടരട്ടെ. അടുത്ത വർഷം നമ്മൾ തീർച്ചയായിട്ടും കാണും. ഏതായാലും വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അഭിലാഷിനൊപ്പം സീത്തുമാരാർ സൈനിങ്ങോ.